വണ്ടികൾ ഇഷ്ടംപോലെയാണ്. ഇനിയിപ്പോൾ തിരക്കായിരിക്കും. ഓണം അടുത്തില്ല. ഓണം അടുത്ത പൊതുവെ വണ്ടികളുടെ എണ്ണം കൂടുതലായിരിക്കും. കാരണം എറണാകുളം സൈഡിലേക്ക് രാവിലെ വണ്ടികൾ കൂടുതൽ. ഇപ്പോൾ അപ്പുറത്ത് അവിടെ നിന്നും വരുന്നു, മൂവാറ്റുപുഴ സൈഡിൽ നിന്നും വണ്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഓണം എടുക്കുമ്പോഴോറും തിരക്ക് കൂടി കൂടി വരും. ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു സമയം ഓണം, പിന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ. ഈ സമയത്തൊക്കെ ഒരുപാട് വെന്യൂ ഉണ്ടായി വെന്യൂ ഉണ്ടോ പോയ അത് ഫോർഡിൻ്റെ വണ്ടിയാണ് ഇപ്പോൾ പോയത്. ഫോർഡ് എക്കോസ്പോർട്ട് നല്ല പോപ്പുലർ വണ്ടിയായിരുന്നു കേട്ടോ, ഫോർഡ് എക്കോസ്പോർട്ട്. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഏറ്റവും നല്ല വണ്ടിയായിരുന്നു ഫോർഡ് എക്കോസ്പോർട്ട്. ഞാനൊക്കെ വണ്ടി മേടിച്ച കാലഘട്ടത്തിൽ ഇറങ്ങിയ ഏറ്റവും നല്ല വണ്ടിയായിരുന്നു ഫോർഡ് എക്കോസ്പോർട്ട്. ആ ഒരു 8 lakh റേഞ്ചിനുള്ളിൽ മേടിക്കാവുന്ന. ഫ്രണ്ടിൽ പോണ വോക്സ്വാഗൻ, ബാക്കി പോണ ടൊയോട്ട ഫോർച്യൂണർ. വോക്സ്വാഗൻ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട്. അതായത് വോക്സ്വാഗന് ഒരു ഫാൻ ബേസ് ഉണ്ട്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാൻ ബേസാണ്. ഒരു വോക്സ്വാഗൻ മേടിക്കണം, വേറെ വണ്ടികൾ മേടിക്കില്ല. പിന്നെ അത് തന്നെ മേടിക്കുകയുള്ളൂ. വോക്സ്വാഗൻ ഒരു ജർമ്മൻ വണ്ടി മേടിക്കണം, പിന്നെ മറ്റു വണ്ടികൾ. കാര്യം അതിന് എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ അവൻ ജർമ്മൻ വണ്ടി പിന്നീട് മേടിക്കുകയുള്ളൂ. അത് വോക്സ്വാഗനാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള. ഇതിന് ഈ ബാറ്റയുടെ ഇതിന് ചെറുതായിട്ട് ക്രോക്സിൻ്റെ സൗണ്ട് ഉണ്ട്, നനഞ്ഞ് കഴിയുമ്പോൾ. എന്നാൽ മറ്റേ ചെരുപ്പിനില്ല കേട്ടോ. അതിൽ ആ പ്ലാസ്റ്റിക് മോഡലുള്ള ചെരുപ്പിനുണ്ട് ചെറിയ സൗണ്ട്. നനഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നനഞ്ഞിട്ടുണ്ട് ചെരുപ്പ്. ഞാനന്ന് രാവിലെ പേപ്പർ എടുക്കാനൊക്കെ പോയപ്പോൾ മഴ പെയ്യുണ്ടായിരുന്നു. കുടയും കൊണ്ടാണ് പോയത്, എന്നാലും അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. നനഞ്ഞിട്ടുണ്ട്. നനഞ്ഞു കഴിഞ്ഞാൽ ക്രോക്സിന് ആ സെയിം ഇതുണ്ട്, ഈ നനഞ്ഞു കഴിഞ്ഞ സൗണ്ട്. പക്ഷെ മറ്റേതിനില്ല, വേറൊരു ചെരുപ്പില്ല. 2 ബാറ്റ മേടിച്ചാലും മറ്റേതിന് ആ സൗണ്ട് ഇല്ല മഴക്കാലത്ത്. ബാറ്റയുടെ ചെരുപ്പ് ഇടാൻ നല്ല സുഖം കേട്ടോ. ഞാൻ തിരക്ക് മറ്റേത് ഇട്ടില്ല. ഒരുത്തർ ഈ വളവിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് ഏത് കൂട്ടനാണോ? ട്രാഫിക് റൂൾസിനെ പറ്റി ഒരു മാങ്ങാത്തിൽ അറിയില്ലാത്തൊരുത്തനാണ്. അവിടെ ആ വളത്തിൻ്റെ വളവ് കൊണ്ടാണ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള വളവാണ്. ആ വളവിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ആളുകൾ പറഞ്ഞാൽ നാളിൽ ചെയ്യില്ല, കഴിയില്ല. അതിനൊക്കെ മറ്റേ ട്രാഫിക് ഫൈൻ ഏർപ്പെടുത്തുന്ന വണ്ടിയുടെ RC ബുക്കിന് നമ്പർ എഴുതിയിട്ട് ട്രാഫിക് ഫൈൻ ഏർപ്പെടുത്തുമ്പോൾ ആളുകൾ ചെയ്യും. 2-3 പേർക്ക് ഫൈൻ കിട്ടുമ്പോൾ ബാക്കിയുള്ളവർ അത്. അല്ലാതെ ഈ വർത്താനം പറഞ്ഞാലും നമുക്ക് ഇവിടെ കേരളത്തിലൊരു കാര്യം നടക്കില്ല. ഇന്ത്യയിൽ
അവനെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണം. ഒരു 150 തവണ പറഞ്ഞാൽ കേൾക്കില്ല. 2000 രൂപ ഫൈൻ കൊടുത്ത് അവനെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നു പറഞ്ഞാൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നു. അതാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇന്ത്യയിൽ ആ ഫൈൻ പോളിസി കുറച്ചുകൂടെ പോരാ. കാര്യം ഫൈൻ കിട്ടുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഒരാവശ്യമായിട്ടുള്ള സംഭവമാണ്. ആൾ പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കാനും ഒക്കെ കുറച്ചും കൂടെ ഫൈൻ ഇതിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മളിപ്പോൾ ഫൈൻ എന്ന് പറഞ്ഞാൽ ആളുകൾ മര്യാദയ്ക്ക് ഓടിക്കില്ല. ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ മര്യാദയ്ക്ക് ഓടിക്കും. അത് നമ്മുടെ നാട്ടിലുള്ളൊരു പ്രത്യേകതയാണ്. വർത്താനം മാത്രം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. നടപടി എടുത്തു കഴിഞ്ഞാൽ ആളുകൾ ക്ലിയറായിട്ട് ഓടിക്കും.